ഡോക്ടറെ, ഇത് ഇൻവിസിബിൾ നയനേഴ്സ് എന്ന് പറയുന്നുമുണ്ട്, പിന്നെ എന്തിനാ ഈ വൈറ്റ് വൈറ്റ് സാധനങ്ങൾ പല ഒട്ടിക്കുന്നത്? ഇങ്ങനെ പലർക്കും സംശയമുണ്ട്. ഇന്ന് അതിനെപ്പറ്റി നമുക്ക് സംസാരിച്ചാലോ? ഇൻവിസിബിൾ നയനേഴ്സിന് ബ്രേസസിനെ പോലെ അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ അറ്റാച്ച്മെൻറ്റ്സ് ആണ് നിങ്ങൾ വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ പല ഒട്ടിക്കുന്നത് കാണുന്നത്. എന്താണ് ഈ ക്ലിയർ അലൈനർ അറ്റാച്ച്മെൻറ്റ്സ്? അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പല്ലിൽ ഒട്ടിക്കുക ചെയ്യുന്നത്. ഈ അറ്റാച്ച്മെൻറ്റ്സ് കൊണ്ട് നമുക്ക് പല്ല് എങ്ങനെ നീക്കണോ, പല്ല് പൊക്കണമെങ്കിലും പല്ല് താക്കണമെങ്കിലും അതുപോലെ പല്ല് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നൊരു മെറ്റീരിയലാണ് ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഏത് പല്ല് എവിടെ ഒട്ടിക്കണോ അത് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് പ്രീ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് അറ്റാച്ച്മെൻറ്റ്സിൻ്റെ മെയിൻ റൂൾ. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ്സ് എപ്പോഴാണ് ഊരുക എന്ന് പലർക്കും ഡൗട്ടുണ്ട്. അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുന്ന വരെ ഇത് ഉപയോഗിക്കുകയുള്ളൂ. വൺസ് അലൈനർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീറ്റൈനേഴ്സിലോട്ട് പോകുന്ന മുമ്പേ നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ്സ് ഊരുന്നതായിരിക്കും. അറ്റാച്ച്മെൻറ്റ്സ് മേജറായിട്ട് മൂവ്മെൻറ്റ്സ് ഉള്ള പല്ലുകൾ മാത്രമേ ഒട്ടിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇത് പല്ല് താത്തണം, അല്ലെ പല്ല് പൊക്കണം, അല്ലെ പല്ല് റൊട്ടേറ്റ് ചെയ്യണം, ആ പല്ലുകൾ മാത്രമാണ് നമ്മൾ ഇത് അറ്റാച്ച്മെൻറ്റ്സ് ഒട്ടിക്കാറുള്ളൂ. പിന്നെ ഉള്ളത് ബാക്കിലുള്ള പല്ലുകൾ അത് റീറ്റെയിൻ ചെയ്യാൻ, അത് അലൈനർ ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ബാക്കിലുള്ള പല്ലുകൾ അറ്റാച്ച്മെൻറ്റ്സ് ഒട്ടിക്കുന്നത്. For more informative dental videos, please do follow.